ഹലോ ഓൾ. ഇന്ന് നമ്മുടെ യാത്ര ചിത്രാൽ ജെയിൻ ടെമ്പിളിലേക്കാണ്. ഇത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഫൈനലി വി ആർ ഹിയർ. ഇതിൻ്റെ ലൊക്കേഷൻ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സ്വന്തം വണ്ടിയിൽ വരുന്നതായിരിക്കും എപ്പോഴും ഇവിടെ കംഫർട്ടബിൾ. കാരണം ഇവിടെ വേറെ ട്രാൻസ്പോർട്ടേഷനൊന്നും അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഏതാണ്ട് 40 റുപ്പീസ് കൊടുക്കണം. പിന്നെ എൻട്രിക്ക് വേറെ ഫീസൊന്നുമില്ല. ഇവിടെ എൻട്രി 4 മണി വരെ അലൗഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡാണെങ്കിലും DSLR ക്യാമറയൊന്നും അലൗഡല്ല. അവിടെ ഗേറ്റിലിരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും, വല്ല DSLR ക്യാമറ വല്ലതും രഹസ്യമായിട്ട് കിടത്തുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ആ DSLR ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോഴാണ് അമ്പലത്തിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ കരുതണം. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ ഒരു 2 ഷോപ്സ് ഉണ്ട്. അവിടെ നിന്ന് വെള്ളം അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് അവിടെ എവിടെയും പ്ലാസ്റ്റിക് കുപ്പിയും അതൊന്നും വാരിക്കൊണ്ടിടരുത്. പിന്നെ അതുപോലെ തന്നെ പോകാൻ അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയെല്ലാം ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം റെസ്റ്റ് എടുത്ത് മുകളിലേക്ക് പോവുക. കരിങ്കല്ലൊക്കെ പാകി നല്ല സെറ്റാക്കിയിട്ടേക്കാണ് നടപ്പാതെയൊക്കെ. ഞങ്ങൾ വന്ന ഏതാണ്ട് ഉച്ചയ്ക്കാണേലും ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ്. നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെഹിക്കിളുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ വരാൻ പറ്റും. അല്ലാതെ ബസ്സിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ്. കാര്യം ഇത് കുറച്ച് ഉള്ളിലാണ് ഈ പ്രദേശം നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നില്ലെങ്കിൽ വഴിതെറ്റി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ തിരിച്ച് ഇവിടുന്ന് വണ്ടി കിട്ടാനും വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ സ്വന്തം വാഹനത്തിൽ തന്നെ വരാൻ ശ്രമിക്കുക. ഇതാണ് ആ രണ്ടാമത് ആ സൈഡിലുണ്ടായിരുന്ന മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. ദൂരം പറയുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഒരു 50-55 കിലോമീറ്ററിനകത്ത് മാത്രമേ ദൂരമുള്ളൂ. ഇത് എവിടെ നോക്കുമ്പോൾ നമുക്ക് ദൂരെ കടൽ കാണാൻ പറ്റും ഒരു സൈഡിൽ. ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും വലിയ വലിയ മലകളാണുള്ളത്. നട്ടുച്ചയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും ഭയങ്കര കാറ്റുള്ളതുകൊണ്ട് അധികം ചൂടൊന്നും എടുക്കില്ല. അവിടെ ഒരു പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ് കാണാൻ. നിപ്പിനൊരു മഴ അങ്ങ് പെയ്തു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു മരത്തിൻ്റെ താഴോട്ട് വന്ന് നിന്നു. ഇവിടെ ചെറുതായിട്ട് ക്യാമറയിൽ കാണാൻ പറ്റും മഴ പെയ്യുന്നത്. ഞങ്ങളതിൽ കുടയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് പെട്ടുപോയെന്നു. പക്ഷേ ഒരു 5 മിനിറ്റോടുകൂടി തന്നെ മഴ മാറി ക്ലിയർ സ്കൈ ആയിട്ടുണ്ട്. പിന്നെയും കല്ല് പാകിയ വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ഇതേ സൈഡിലേക്കൊരു ടേൺ കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി അങ്ങോട്ട് പോയി നോക്കി. ഇവിടുന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നോക്കുമ്പോഴും തമിഴ്നാടിൻ്റെ ഏതൊക്കെയോ ഗ്രാമങ്ങളൊക്കെ ദൂരെ കാണാൻ പറ്റും. ക്യാമറയിൽ അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അവിടെ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും നടക്കാൻ തുടങ്ങി. ഈ ക്ഷേത്രവും പരിസരവും ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് നട്ടുവെച്ച മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്തായാലും കൊള്ളാം. ഫൈനലി 1.5 കിലോമീറ്ററിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളത് അമ്പലത്തിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ മരത്തിന് താഴെയും ഒത്തിരി ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെ നടന്ന് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് അമ്പലത്തിലേക്ക് കയറിപ്പോണ്ട ആ ഒരു കവാടം. ഇതുവഴി കയറണം. ഇതൊരു വലിയൊരു പാറയുടെ താഴ്ഭാഗത്തായിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. അപ്പം മുകളിലെത്തിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റുള്ളൂ. ഇതുവഴിയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴി. ഈ സൈഡിലിവിടെ പല പല ശില്പങ്ങൾ കൊത്തിവെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 24 തീർത്ഥങ്കരികളുടെ ശില്പം. ഇതാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ശില്പങ്ങൾ കൊത്തിവെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ മുകളിലെല്ലാം മുകളിലും എല്ലാം കുറേ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇത് എവിടോട്ട് നോക്കിയാലും നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. നല്ലൊരു പാറ. ഇതാണ് അമ്പലത്തിൻ്റെ നേരെ താഴെയുള്ള, നേരെ ഫേസ് ചെയ്ത് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പുള്ള കുളം. ഫൈനലി ഇതാണ് നമ്മുടെ ചിത്രാൾ റോക്ക് ജെയിൻ ടെമ്പിൾ. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഈ വോയിസിൽ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. ഒമ്പതാം നൂറ്റാണ്ടിൽ ജൈനന്മാർ ഈ അമ്പലം നിർമ്മിച്ച സമയത്ത് 3 ഡൈറ്റീസാണ് ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. മഹാവീരൻ, പാർശ്വനാഥൻ ആൻഡ് പത്മാവതി ദേവി. ഇവരുടെയൊക്കെ വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഒമ്പതാം നൂറ്റാണ്ടിൽ ജൈനന്മാർ ഈ അമ്പലം നിർമ്മിക്കുന്ന സമയത്ത് പത്മാവതി ദേവിയും ഇവിടുത്തെ ഒരു മെയിൻ ഡൈറ്റി തന്നെയായിരുന്നു. പിന്നീട് 1913 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ ഈ പത്മാവതി ദേവിയുടെ വിഗ്രഹം മാറ്റി അവിടെ ഭഗവതി ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്.
ഇവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണെന്നും ഇതിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫൈനും ജയിലിലൊക്കെ പോകേണ്ടി വരും എന്നതുള്ള എൻ്റെ വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ 9th സെഞ്ച്വറിയിലെ ആ എൻജിനീയറിംഗ് മാർവൽ, പഴയ ഒരു എൻജിനീയറിംഗ് മാർവൽ നമുക്ക് കാണാം. ഇത് ഡെഫിനറ്റ്ലി എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും, നല്ല പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ എല്ലാം സ്റ്റെപ്പൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് കയറി പോകാനും വരാനൊക്കെ ആയിട്ട്. പിന്നെ നടപ്പാതകളൊക്കെ നല്ല കല്ലിട്ട് പാകിയിട്ടുണ്ട്. കൂടാതെ അവിടെ ഇവിടെ എല്ലാം ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഇന്ത്യൻ ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളാണ് ഇപ്പോൾ ഈ സ്ഥലവും ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ്ഡായി സെറ്റായിട്ട് പോകാൻ പറ്റും. അത്രയും സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇതാണ് ചിത്രാൽ റോക്ക് ജെയിൻ ടെമ്പിൾ. ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നു.